വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി വീഡിയോ. ഇതിനു വേണ്ടിയിട്ട് തുവരപ്പരിപ്പ് ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ടാവും. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിനനുസരിച്ച് 1-2 വിസിൽ മതിയാവും. ഇത് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നതിന് ശേഷം ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എത്ര ഉടക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്ക് ഒരുപാട് ഉടക്കുന്ന ഇഷ്ടമുണ്ടാവില്ല. ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നല്ല തിക്കായിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും വെള്ളവും മാത്രം അരച്ചിട്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി തിള വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് വറവാക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പരിപ്പ് കറിയാണ്. ഇത് നമുക്ക് സൈഡായിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ ചിക്കൻ ഫ്രൈ പിന്നെ മീൻ മുളകിട്ടത് അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ബെസ്റ്റായിരിക്കും. താങ്ക് യു.